ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് മിക്സഡ് ആയിട്ടുള്ള പ്രതികരണമാണ് മാർക്കറ്റ് കാഴ്ചവെച്ചത്. നിഫ്റ്റി 50യും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി ബാങ്ക് ആൻഡ് നിഫ്റ്റി മിഡ് ക്യാപ്പ് എന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇന്ന് 22,553 ക്ലോസ് ചെയ്തു. 8 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടാക്കിയത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 48,498 ക്ലോസ് ചെയ്തപ്പോൾ 130 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 158 പോയിൻറ്റ്സിൻ്റെ കുറഞ്ഞ് 49,191 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 104 പോയിൻറ്റ്സ് ഉയർന്ന് 15,504 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 13.47 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് ഇന്ന് 4 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. 74,333 ക്ലോസ് ചെയ്തു. DIFI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞ് ഇന്ന് പതിപോലെ തന്നെ DII 2,320 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII 2,035 കോടിയുടെ നെറ്റ് സെല്ലേഴ്സുമായിരുന്നു. DIFI ആക്ടിവിറ്റി ഈ ആഴ്ചത്തെ നോക്കിക്കഴിഞ്ഞാൽ DII 20,951 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഈ ആഴ്ച ഫുള്ള്. FII 15,502 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സുമായിരുന്നു. DIയുടെ ബൈയിങ് പവർ കൂടിയത് കാരണം മാർക്കറ്റ് സ്ട്രെങ്ത് കുറച്ചും കൂടെ മൂവ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞ് റിലയൻസ് 3.04% റാലി നടത്തി. ടാറ്റ മോട്ടോഴ്സ് 1.23%, ബജാജ് ഓട്ടോ 1.19%, ബെൽ 1.19%, ഹിൻഡൽകോ 1.17%, HDC ലൈഫ് 1.14%, ബ്രിട്ടാനിയ 1.07%, നെസ്ലെ ഇന്ത്യ 0.93%, ടാറ്റ സ്റ്റീൽ 0.70%, ഏഷ്യ മോട്ടോഴ്സ് 0.70% ഗെയിൻ ഉണ്ടാക്കി. എന്നാൽ ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ഇൻഡ് ബാങ്കിന് 3.78% ഇടിവുണ്ട് കണ്ടു. NTPC 2.22%, ശ്രീറാം ഫിനാൻസ് 2.07%, ഇൻഫി 1.80%, BPCL 1.72%, HCL ടെക് 1.69%, ട്രെൻഡ് 1.57%, ടൈറ്റൻ 1.32%, പവർ ഗ്രിഡ് 1.22% ആൻഡ് അപ്പോളോ ഹോസ്പിറ്റൽസ് 1.06% ഇടിവാണെന്ന് കണ്ടത്. ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കോളല്ല, ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 22,604 ലാസ്റ്റ് ഏപ്രിൽ നിഫ്റ്റി നിന്നത്. അവിടെ നിന്ന് 22,552 നിന്നപ്പോൾ ഓൾമോസ്റ്റ് സെയിം റേഞ്ച് നിഫ്റ്റി തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 0.23% ലോസാണ് കാണിക്കുന്നത്. നല്ലൊരു ഉയർച്ചയിൽ 25,810 ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിഫ്റ്റി വീണ്ടും താന്ന് ഇന്ന് 22,552 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഈ വർഷത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 1 ജാനുവരിക്ക് 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 22,552 ക്ലോസ് ചെയ്തപ്പോൾ 5.01% ലോസാണ് ഇതുവരെ കാണിച്ചിരിക്കുന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 22,119 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 22,082 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 22,337 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 22,544 ക്ലോസ് ചെയ്തു. ആൻഡ് ഫ്രൈഡേ ഇന്ന് 22,552 ക്ലോസ് ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,818 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,093 കമ്പനികൾ റെഡിൽ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ മിക്സഡ് ആയിട്ടുള്ള പ്രതികരണമാണ്. നിഫ്റ്റി IT, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി റിയാലിറ്റി ആൻഡ് നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കിയുള്ള കാണിക്കുന്ന എല്ലാ ആൾക്കാരും എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 21,009 ക്ലോസ് ചെയ്തപ്പോൾ 50 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT ഇന്ന് 324 പോയിൻറ്റ്സിൻ്റെ ഇടിവ് കാണിച്ചു. 37,820 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 2.25 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 59,331 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 23,136 ക്ലോസ് ചെയ്തപ്പോൾ 26 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 45 പോയിൻറ്റ്സ് കുറഞ്ഞ് 23,78 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 51,891 ക്ലോസ് ചെയ്തപ്പോൾ 1.50 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ 38 പോയിൻറ്റ്സ് ഉയർന്ന് 8,926 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി ഓൾമോസ്റ്റ് 10 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 816 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 26 പോയിൻറ്റ്സ് ഉയർന്ന് 1488 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 58 പോയിൻറ്റ്സ് ഉയർന്ന് 31,788 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 21 പോയിൻറ്റ്സ് ഉയർന്ന് 8,000 ക്ലോസ് ചെയ്തു.
നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 13,034 ക്ലോസ് ചെയ്തപ്പോൾ 68 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 10,101 ക്ലോസ് ചെയ്തപ്പോൾ 55 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇതാണ് പ്രധാനമായിട്ടുള്ളതെന്ന് മാർക്കറ്റ് ന്യൂസ്. അടുത്ത പുതിയ ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് മൺഡേ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.